മാന്യ സദസ്സിന് വന്ദനം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടി ഏതൊരമ്മയുടെയും മനസ്സിലെ തീരാവേദനയാണ്. ആ നിരിപ്പോടിൽ എരിയുന്ന ദുഃഖം ഒരമ്മയുടെ തീരാ ദുഃഖം അനാകരണം ചെയ്യുന്ന മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി സുഗതകുമാരി അമ്മയുടെ കൊല്ലേട്ടതെങ്ങനെ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അനുഗ്രഹിക്കുക. ഞാന് കണ്ടെഴുതി പൊത്തുകുത്തി സുന്ദരിയാവാ. ഹായ്, എന്ത് രസമെന്നെ കാണാൻ. അയ്യോ അമ്മേ, അയ്യോ അത് പൊട്ടിച്ചോ? ആകണ്ടായിരുന്നൊരു കണ്ണാടിയാ. സാരല്ല, എന്റെ മോള് ചില്ലൊന്നും കാലില് കൊള്ളാതെ അപ്പുറത്ത് പോയി കളിച്ചോട്ടോ. പൊട്ടിക്കും, ആദ്യം പൊട്ടിക്കും. ഈ വീട്ടിലുള്ളതെല്ലാം നശിപ്പിക്കാനുണ്ടായ നശൂലല്ലേ അത്? എന്തിനാ അമ്മേ ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ ഇങ്ങനെ പറയണേ? അതിന്റെ തലവെട്ടം കണ്ടപ്പോ എന്റെ പൊന്നു മോൻ ഞങ്ങളെ ഇട്ടേച്ച് പോയി. അവൻ എവിടെയാണോ എന്തോ. സ്വന്തം മോൻ തലതിരിഞ്ഞു പോയതിന് ഈ പിഞ്ചു കുഞ്ഞിനാണോ കുറ്റം? വളർത്തു ദോഷം അല്ലാതെന്താ? എന്റെ വീട്ടിലിരുന്ന് എന്റെ ചെലവിന് കഴിഞ്ഞ് എന്റെ മേക്കോട്ട് കേറുന്നോ നീ? എന്റെ അമ്മേ, അമ്മേ വീടമ്മേ, എന്നോട് അയ്യോ ഈശ്വരാ, ഞാൻ എന്തോ ചെയ്യാ? വെള്ളം കളിക്കണേ? എന്റെ മോൾക്ക് വയസ്സ് 10-20 പെണ്ണാണെന്നോ ഉണ്ണണമെന്നോ ഉടുക്കണമെന്നോ അവൾക്കറിയില്ല. നാളെ ഒരു പക്ഷെ മരിച്ചു പോയ എന്റെ മോള് ആരാ നോക്കുക? ഒരു പക്ഷേ അയാള് വരും, മോളുടെ അച്ഛൻ. ഞാനേ കുറച്ച് ഫിറ്റാ. എന്റെ പുന്നാര മോളെ ഇങ്ങോട്ട് വിളിച്ചേ. മോളെ, അച്ഛാ എന്നെ വിളിച്ചോ? ഈ സാധനത്തിന് ഞാനിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മായ, അച്ഛനെ കുളിപ്പിക്ക. എന്റെ അവസാനത്തെ കുളി. ഇല്ല, ഒരു പക്ഷെ അവളുടെ മുത്തശ്ശി ഇറങ്ങിക്കോണ എന്റെ വീട്ടിൽ നിന്ന്. എന്റെ തലവട്ടം കണ്ടപ്പോ നിന്റെ തന്ത നാട് വിട്ടുപോയി. ഇപ്പൊ തള്ളയും ചത്തു. ഇനി ഇവിടെ നിന്നാ എന്റെ തല പറിക്കും. ഇല്ല, ആർക്കും കൊടുക്കില്ല കളിപ്പാവാ എന്റെ കുട്ടീനെ. അവൾക്ക് ചോറില് വേഷം വെച്ച് ഞാൻ എന്റെ മോൾക്ക് കൊടുക്കും. അമ്മക്കുട്ടി വായോ, അമ്മ ചോറ് തരാം.